സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി തട്ടിയെടുത്ത ജീവനക്കാരെ സംരക്ഷിച്ച സർക്കാർ അന്വേഷണങ്ങൾ പ്രഹസനമാക്കി കുറ്റക്കാരെ സർവീസിൽ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 16 പേരെയാണ് ഇത്തരത്തിൽ വകുപ്പിൽ തിരിച്ച് എടുത്തത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി കാർത്തിക, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവരെ അവരെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരുന്നു. പക്ഷേ ഈ അന്വേഷണം പൂർത്തിയാകും മുമ്പ് ഇവരെ സർക്കാർ തിരിച്ചെടുക്കുകയാണ്. 16 പേർ ഇപ്പോൾ സർവീസിൽ തിരികെ എത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 1458ഓളം ജീവനക്കാരാണ് ഇത്തരത്തിൽ അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തത്. അർഹരായിട്ടുള്ള സാധാരണക്കാർക്ക് നൽകേണ്ട പെൻഷൻ അത് പലർക്കും കുടിശ്ശികയായി ഇരുന്നപ്പോഴാണ് ഈ ജോലിയിലുള്ള സർവീസിലുള്ള ഉദ്യോഗസ്ഥർ അനർഹമായി ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ പലരുടെയും പേര് വിവരങ്ങൾ അടക്കം പുറത്തുവിടാതെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിൽ പിന്നീട് വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതിപ്പോൾ ആ അന്വേഷണം ഉൾപ്പെടെ പൂർത്തിയാകുന്നതിന് മുൻപാണ് ഇവരെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുത്തത്. റവന്യൂ വകുപ്പിൽ നിന്നും ഏതാണ്ട് 16ഓളം ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അന്വേഷണം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ധനവകുപ്പ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ള കാര്യം പോലും നമുക്ക് അറിയാത്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ആദ്യം തന്നെ ഈ നടപടി സ്വീകരിച്ചപ്പോൾ ഈ ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോഴും ഏറ്റവും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു പുകമറ സൃഷ്ടിക്കാനൊക്കെ സർക്കാർ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉന്നത തലങ്ങളിലുള്ളവരെയൊക്കെ സംരക്ഷിച്ച് ഏറ്റവും താഴേക്കിടയിലുള്ള ജീവനക്കാർക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു കാര്യം. ഏതായാലും അർഹതയുള്ളവർക്ക് പെൻഷൻ നൽകാതെ അനർഹമായി ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവർക്കാണ് ഈ അന്വേഷണ കാലാവധിയൊക്കെ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവരെ സർവീസിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ റവന്യൂ വകുപ്പിന് പിന്നാലെ മറ്റു വകുപ്പിലും സമാനമായ രീതിയിൽ അവരെ ഉടൻ തന്നെ തിരിച്ചെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദ്, തീർച്ചയായും അനധികൃതമായി വിവിധ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചെങ്കിലും അവരുടെ അന്വേഷണം പൂർത്തിയാകും മുമ്പ് അവരെ തിരികെ എടുക്കുകയാണ്. 16 പേർ കഴിഞ്ഞ ദിവസം സർവീസിൽ തിരികെ പ്രവേശിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.